ദൈവത്തെ ദർശിച്ചവരാണ് വിശുദ്ധർ. ആ വിശുദ്ധരോടൊപ്പം മാലാഖമാരുമായി സ്വർഗീയ ആനന്ദത്തിൽ ആയിരിക്കുന്ന ഞങ്ങളുടെ വാത്സല്യനിധിയായ അമ്മ ത്രേസ്യാളിൻ്റെയും പ്രിയ സഹോദരങ്ങളായ മണിദാസിൻ്റെയും ബ്രൈറ്റിൻ്റെയും പാവന സ്മരണയ്ക്ക് മുൻപിൽ ബ്രൈറ്റ് ഗ്രൂപ്പ് ഓഫ് അക്കാഡമീസ് പ്രാർത്ഥനാപൂർവം സമർപ്പിക്കുന്നു ഇന്നത്തെ വിശുദ്ധർ. അവതരണം അനിൽ കുഴിഞ്ഞകാല. ആശയം മുത്തയ്യൻ ആൻഡ് സെലിൻ പ്രിയ. സംവിധാനം സ്റ്റെനി ആൻഡ് സ്റ്റെനിച്ച്. ഇന്നേ ദിവസം തിരുസഭ മാതൃകയായി നൽകിയ വിശുദ്ധരെ അനുകരിച്ച് പ്രാർത്ഥനയോടെ ആ പാത പിന്തുടരുന്ന നിങ്ങൾക്കേവർക്കും കർത്താവിൻ്റെ തിരുമുഖം ദർശിക്കാൻ കഴിയട്ടെ എന്ന പ്രാർത്ഥനയോടെ ഞാൻ നിങ്ങളുടെ സ്വന്തം ജസ്റ്റിൻ. ഇന്ന് ആഗസ്റ്റ് 22, പരിശുദ്ധ മറിയം ഭൂസ്വർഗരാജ്ഞിയുടെ തിരുനാൾ. കന്യകാമറിയം സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ട ശേഷം സ്വർഗരാജ്ഞിയായി മുടി ധരിപ്പിക്കപ്പെട്ടു എന്ന് ജപമാലയുടെ 5-ാം ദിവ്യരഹസ്യത്തിൽ നാം ധ്യാനിക്കുന്നു. ക്രിസ്തുവിൻ്റെ രാജപദം നാം അംഗീകരിക്കുമ്പോൾ അവിടുത്തെ അമ്മയുടെ രാജ്ഞിപദം പരോക്ഷമായി നാം പ്രഖ്യാപിക്കുന്നു. 1925 ക്രിസ്തുവിൻ്റെ രാജ്യത്വ തിരുനാൾ ആഘോഷിക്കാൻ തുടങ്ങിയപ്പോൾ കന്യകാംബികയുടെ രാജ്ഞിപദ തിരുനാൾ ആഘോഷിക്കാൻ ദൈവ മാതൃഭക്തരായ ക്രിസ്ത്യാനികൾക്ക് പ്രചോദനമായി. പരിശുദ്ധ രാജ്ഞി എന്ന പ്രാർത്ഥന ദൈവ മാതൃഭക്തിയുടെ തീവ്രത വ്യക്തമാക്കുന്നു. യാക്കോവിൻ്റെ ഭവനത്തിൽ ക്രിസ്തു എന്നും വാഴും, അവിടുത്തെ രാജ്യത്തിന് അതിർത്തികൾ ഉണ്ടാവുകയില്ല എന്നീ വചനങ്ങൾ ദൈവമാതാവിൻ്റെ രാജകീയ പദവിക്ക് സാക്ഷ്യം വഹിക്കുന്നു. വിശുദ്ധ ഗ്രിഗറി നസിയാൻസൻ ദൈവമാതാവിനെ അഖില ലോക രാജാവ്, ക്രിസ്തുവിൻ്റെ അമ്മ, അഖില ലോക രാജാവിനെ പ്രസവിച്ച കന്യാംബിക എന്നൊക്കെ സംബോധന ചെയ്തിട്ടുണ്ട്. രാജാതിരാജൻ്റെ മാതൃസ്ഥാനത്തേക്ക് മറിയത്തെ ഉയർത്തിയിട്ടുള്ളത് കൊണ്ട് തിരുസഭ അവളെ രാജ്ഞി എന്ന മഹനീയ നാമം നൽകി ബഹുമാനിച്ചിരിക്കുന്നു. 9-ാം പിയൂസ് മാർപ്പാപ്പ പറയുന്നു, സ്വർഗത്തിൻ്റെയും ഭൂമിയുടെയും രാജ്ഞിയായും വിശുദ്ധന്മാരുടെയും മാലാഖമാരുടെയും സ്വർഗീയ വൃന്ദങ്ങളുടെയും ഉപരിയായും മറിയത്തെ കർത്താവ് നിശ്ചയിച്ചിരിക്കുന്നതുകൊണ്ട് തിരുസഭ മറിയത്തോട് പ്രാർത്ഥിക്കുന്നു. അവൾ ആവശ്യപ്പെടുന്നവ ലഭിക്കുന്നു. 12-ാം പിയൂസ് മാർപ്പാപ്പ ഇങ്ങനെ കൂട്ടിച്ചേർത്തു, ഈ തിരുനാൾ ദിവസം കന്യകാമറിയത്തിൻ്റെ വിമല ഹൃദയത്തോടുള്ള മനുഷ്യവർഗത്തിൻ്റെ പ്രതിഷ്ഠ നവീകരിക്കാവുന്നതാണ്. മതത്തിൻ്റെ വിജയത്തിലും ക്രിസ്തീയ സമാധാനത്തിലും നിർവൃതിയടയുന്ന ഒരു സൗഭാഗ്യയുഗം അതിൽ അധിഷ്ഠിതമാണ്. മറിയമേ, അമ്മേ, ഭൂസ്വർഗറാണി, മക്കളാം ഞങ്ങളെയും സുതനെപ്പോലെ വളർത്തണമേ. ബ്രൈറ്റ് കുടുംബത്തിൽ നിന്നും കർത്താവ് തൻ്റെ മുന്തിരിത്തോപ്പിലേക്ക് വിളിച്ച് പൗരോഹിത്യം നൽകി അനുഗ്രഹിച്ച റവറൻ ഫാദർ ബിൽ ബ്രൈറ്റും സന്യാസത്തിലേക്ക് വിളിച്ച് അനുഗ്രഹിച്ച് മണവാട്ടിയാക്കിയ സിസ്റ്റർ മരിയ ജോസും വിശുദ്ധരെ അനുകരിച്ച് ഇവിടെ ഈ ഭൂമിയിൽ ആത്മാക്കളെ നേടാനായി ഇരുൾ വീണ താഴ്വരയിലൂടെ നടക്കുമ്പോഴും പൈശാചിക ശക്തികൾ വിടാതെ പിന്തുടർന്ന് പീഡിപ്പിക്കുമ്പോഴും മരണം നിഴലായി കൂടെ നടക്കുമ്പോഴും ദിവ്യകാരുണ്യം എപ്പോഴും ആത്മാവിന് കരുത്തേകും പോലെ തിരുവചനമെന്നും പാതയിൽ വിളക്കായി ജ്വലിച്ച് ആ ജ്വാലയിൽ അനേകായിരം ആത്മാക്കളെ നേടിയെടുക്കാൻ സകല വിശുദ്ധരെ, മാലാഖമാരെ ഇവർക്കു വേണ്ടി എപ്പോഴും കർത്താവിനോട് മാധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കണമേ. അനുദിന വിശുദ്ധർ നടന്ന വഴിയെ നടക്കുന്ന ഇവർക്ക് പിന്നാലെ കൽപ്പനകൾ പാലിച്ച് കരുത്തോടെ നടക്കുന്ന ഞങ്ങളും ഞങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് അരികിലെത്തി നിത്യസൗഭാഗ്യം പങ്കിടാൻ അനുഗ്രഹമരുളണമെന്ന് കർത്താവെ
അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു.